ബാലാമണി എന്നെ കാണാൻ വന്നപ്പോൾ ഒരവയവം വിറ്റ തുക കിട്ടുമെന്ന് ചോദിച്ചില്ലേ? ആ വാക്കാ എന്നെ ബാലാമണിയുടെ അടുത്തെത്തിച്ചത്. ആ അവസ്ഥയിൽ ഞാൻ അതല്ലാതെ മറ്റെന്താ പറയുക ഡോക്ടർ? സരോഗേഷിനെ കുറിച്ച് ബാലാമണിക്ക് വല്ലതും അറിയോ? കുട്ടികളില്ലാത്ത ദമ്പതികൾ തിരഞ്ഞെടുക്കുന്ന ചികിത്സാ രീതി അത്. അമേരിക്കയിലൊക്കെ നാനോ ടെക്നോളജി ഉപയോഗിച്ച് മോസ്റ്റ് മോഡേൺ സരോഗേഷൻ നടക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞതൊക്കെ അമേരിക്കയിലുള്ളവർക്കാ. പക്ഷേ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സ്ത്രീയെ വേണം അവർക്ക്. സരോഗേഷന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ശരി ഡോക്ടർ. എല്ലാം ബാലാമണിക്ക് സമ്മതമാണെന്ന് ഞാൻ അവരെ വിളിച്ച് പറയാം. ഇനിയിപ്പോ മോന്റെ കാര്യത്തിൽ ബാലാമണിക്ക് യാതൊരു ടെൻഷനും വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി നടത്താം. ബാലാമണി സമാധാനമായിട്ട് പോയിക്കോളൂ. എന്ന് ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ പറയടാ. ഞാൻ തന്നെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സരോഗേഷിനെ കുറിച്ചുള്ള കാര്യ. ആ അത് നേരിട്ട് പറയാടാ. എനിക്ക് ഷുവറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയോ? അവരുടെ കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി വേണം. അതിന് 36 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നമ്മളത് കൊടുക്കാൻ വില്ലിങ് ആണെങ്കിൽ സരോഗേഷിന് അവരും വില്ലിങ് ആവും. ആ നീ ഒരു കാര്യം ചെയ്യ്. നിന്നെ എപ്പോഴാ കാണാൻ പറ്റുക? ഹോസ്പിറ്റലിലോ? ഇല്ലടാ, ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങാം. ഓക്കെ, എങ്കിൽ നാളെ കാണാം. ഒരു കാര്യം ചെയ്യ്, ഒന്നുകിൽ ഞാൻ ക്ലബിലിരിക്കാം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കേടാ, നീ അപ്പോൾ വിളിച്ചിട്ടിറങ്ങണേ. ഓക്കെ. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവർക്ക് മുതലെടുക്കാൻ പറ്റിയ അവസരം അവരും മുതലെടുത്തു. പക്ഷേ നിനക്ക് കുറച്ചുകൂടി ഡിമാൻഡുകളൊക്കെ വെക്കായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ചധികം പണം കൂടി ചോദിക്കായിരുന്നു. ഡിമാൻഡ് ചെയ്യാനും പണം കൂടുതൽ ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല ഞാൻ. അപ്പോഴും ഇപ്പോഴും എന്റെ ഗതികേട് കൊണ്ടാണ് ഞാനിതിന് തയ്യാറാവുന്നത്. ചേച്ചിക്കറിയാലോ, എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ദൈവ ആ ഡോക്ടർ നിന്റെ മുന്നിൽ എത്തിച്ചത്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനൊരു വഴി കൂടി ഇല്ലായിരുന്നെങ്കിൽ. ചേച്ചിക്കറിയോ, മരിക്കാൻ ഞാൻ തയ്യാറായ സമയത്താ ആ ഡോക്ടർ വന്നത്. എന്റെ ദൈവമേ, എന്തൊക്കെയാ ബാലാമണി നീ പറയുന്നേ? മരിക്കാൻ തീരുമാനിച്ചെന്നോ? നിന്റെ ഒപ്പം ഞങ്ങളൊക്കെ ഇല്ലേ? നിന്നെ ഒന്നും പറയാനും പറ്റില്ല. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. അല്ല, ആർക്കു വേണ്ടിയാ കുഞ്ഞ്? അവരെവിടുത്തുകാരാണെന്നോ മറ്റോ ഡോക്ടർ നിന്നോട് പറഞ്ഞോ? ആ അവസ്ഥയിൽ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലും ഡോക്ടർ അത് പറയില്ല. അതാ സരോഗേഷിന്റെ നിയമം. ഇനി അവരാരായാലും ഇപ്പോ ഞാൻ പൂജിക്കുന്ന ദൈവങ്ങൾ അവരാ. ഏയ്, എന്താ ഇത്? കരയില്ലേ ബാലാമണി? നിന്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഇതോടെ തീരും. ദൈവം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എടാ, ഞാനിവിടെ ഈ റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നീ ഇങ്ങോട്ട് വാ. ആ അത് തന്നെ, റൈറ്റ് സൈഡിലുള്ളത്. നീ എത്തിയോ?
ഹരിയേട്ടാ. ആ പെട്ടെന്ന് വരാതെ ഇപ്പോഴാണ് വരുന്നത്. നമുക്കൊരു കോഫി ആയാലോ? ഏയ് പിന്നൊരിക്കലാവാം. അല്ല എന്തായി? ഒരല്പം ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തുണ്ടെന്ന് കൂട്ടിക്കോ. സർവകേഷിന് ഒരു സ്ത്രീ തയ്യാറായി വന്നിട്ടുണ്ട്. സത്യമാണോ ഏട്ടാ? ആരാ അവര്? നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ പറയാൻ ഞാൻ. അല്ല അവര് എങ്ങനത്തെ സ്ത്രീയാണെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഇനി വല്ല മോശപ്പെട്ട രീതിയിലൊക്കെ ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ. അവരൊരു മോശം സ്ത്രീയൊന്നുമല്ല. ഒരു ഡാൻസ് ടീച്ചറാ, അന്തസ്സും ആഭിജാതിയും ഉള്ളവരാ. അവരുടെ മകനെ ഒരാഴ്ചക്കുള്ളൊരു വലിയ സർജറി വേണം. അതിന് വലിയൊരു തുക വേണം. മിഡിൽ ക്ലാസ്സുകാരെ അവരെ കൊണ്ട് അറേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് എൻ്റെ മുന്നിൽ വന്നു. ഞാൻ നമ്മുടെ ആവശ്യം കൊണ്ട് പറയുകയും ചെയ്തു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. അത് നമുക്കൊരു അനുഗ്രഹമായെന്ന് കൂട്ടിയാൽ മതി. ഇനിയിപ്പോ മോശം സ്ത്രീ ആണെങ്കിൽ തന്നെ സർവകേഷിന് യാതൊരു പ്രോബ്ലം ഉണ്ടാകാൻ പോണില്ല. എന്നാലും ആ കുഞ്ഞിനെ ചുമക്കുന്ന ഗർഭപാത്രത്തിന് അതിൻ്റെതായ ഒരു അന്തസ് വേണമല്ലോ. അങ്ങനെയൊക്കെ നോക്കിയിരുന്ന നിന്റെ കാര്യം നടക്കാൻ പോണില്ല. ഇങ്ങനെ ഒരാളെ തന്നെ കിട്ടാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. പിന്നെ അവരൊരു ഐശ്വര്യമുള്ള സ്ത്രീയാടാ. അല്ല എന്താ അവരുടെ മോൻ അസുഖം? ആ കുട്ടിയുടെ വാൽവിന് കംപ്ലൈന്റാ. കുട്ടികൾക്ക് ഇതൊരു അപൂർവ രോഗ. ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് സർജറി അല്ലാതെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേറൊരു മാർഗവുമില്ല. അതുതന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് താനും. ആ കുട്ടി രക്ഷപ്പെടും ഏട്ടാ. അവന് അസുഖം വന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള നിമിത്തമായിരിക്കും. സർജറിക്കുള്ള മുഴുവൻ പണവും ഞാൻ അടയ്ക്കാം. എപ്പോഴാണെന്ന് ഏട്ടനൊന്ന് പറഞ്ഞാൽ മതി. അല്ല എനിക്കവരൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, അത് നടക്കില്ല. നിങ്ങൾ ഇരുവരും പരസ്പരം കാണാൻ പാടില്ല. അതാ സർവകേഷിന്റെ നിയമം. പിന്നെ ആ സ്ത്രീ അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഓക്കെ, ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണമെന്ന് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഒന്ന് ചോദിക്കാൻ വിട്ടു, എന്താ അവരുടെ പേര്? അത് ഒരു മിനിറ്റ്. ഹലോ, ആ ഞാൻ ഹരിയേട്ടനെടുത്താ. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. നീ ഇത്തിരി ഒന്ന് ക്ഷമിക്കേ. ഓക്കെ. അവളാകെ ടെൻഷനില്ല. നേരിട്ട് പറയാന്ന് പറഞ്ഞപ്പോ പിണങ്ങി. എല്ലാം ഓക്കെയായി. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ തയ്യാറായി നിന്നോളാൻ നീ അവളോട് പറ. ആ അമ്മയ്ക്കും മകനൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഹരിയേട്ട അവരോടൊന്ന് പറയണം. അബി, 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 ഇതെവിടെയാ? അബി, അബി, അബി സൂക്ഷിച്ചേ. എന്താ അബി ഇത്? എന്തിനത്തെ വെപ്രാളം കാണിക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. എത്ര നേരായിട്ട് ഞാൻ വിളിക്കുന്നു. എന്താ ആനന്ദ് ഫോൺ എടുക്കാത്തെ? എന്നാ പിന്നെ തിരിച്ചു വിളിച്ചൂടെ? ഞാൻ ടെൻഷനിലായിരിക്കും ആനന്ദിന് അറിയില്ലേ? താൻ പിണങ്ങാതോ? ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. ആനന്ദ് പറ. അബി
സത്യം പറഞ്ഞ ഹരിയേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് നമ്മൾ എത്ര നാളായിട്ട് അലയ്യ. ഇതിപ്പോ അവർ സമ്മതിച്ചു എന്നുള്ളത് സത്യമാണല്ലോ അല്ലേ? പിന്നെ മാറുവോ? ഏയ് അതൊന്നുമില്ല. നമ്മൾ എഗ്രിമെന്റ് വെക്കുമല്ലോ. അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു 36 ലക്ഷം രൂപ വേണം. അവരുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്താൻ ആ കാശ്. അതിനുവേണ്ടിയാ ഈ കാര്യത്തിന് അവർ സമ്മതിച്ചത്. അവരുടെ കുട്ടിക്ക് എന്താ അസുഖം? ആ കുഞ്ഞിന്റെ ഹേർട്ടിന്റെ വാൽവിനാ പ്രോബ്ലം. അത് റീപ്ലേസ് ചെയ്യണം. ആനന്ദ് ആ സ്ത്രീയും കുഞ്ഞിനെയും കണ്ടോ? അബി, നമ്മൾ അവരെ കാണാൻ പാടില്ല എന്ന് ഹരിയേട്ടൻ പറയണേ. ആ സ്ത്രീയോടും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അവര് ചോദിക്കുന്ന പണം നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ അതിൽ കൂടുതലും കൊടുക്കാം. അവരിതിന് തയ്യാറായാൽ മാത്രം മതിയായിരുന്നു. സർജറിക്ക് വേണ്ടുന്ന പണം അതുമാത്രം അവർ ആവശ്യപ്പെട്ടത്. അതിൽ കൂടുതലൊന്നും അവർക്ക് വേണ്ട. നമുക്ക് അതങ്ങ് കൊടുക്കാം. സറോഗേഷൻ അവർ തയ്യാറാവും. അപ്പോ ഇനി മുതൽ എനിക്ക് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാം അല്ലേ ആനന്ദ്? ഉറപ്പായിട്ടും. ഓക്കെ, ഒരു ഭാഗ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരുപാട് നാളത്തെ നമ്മുടെ മോഹം പൂവണിയാൻ പോവാ. നമുക്കറിയാത്ത ഒരു സ്ത്രീയിലൂടെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഇത്രയും നാളും ഞാൻ കരുതി വെച്ചിരുന്ന കളിപ്പാട്ടങ്ങൾക്കും കുഞ്ഞുടുപ്പുകൾക്കും ഒരറുതി ഉണ്ടാവാൻ പോവാ അല്ലേ ആനന്ദ്? അറുതിയല്ല അബി, അർത്ഥം ഉണ്ടാവാൻ പോകുന്നു. കാൽത്തളകൾക്കിലേക്ക് ഓടിക്കളിക്കാൻ ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞുവാ വരാൻ പോവാ. ഡോക്ടർ ഇരിക്കൂ ഡോക്ടർ. ഞാനിപ്പോ വന്നത് ബാലാമണി ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാ. ഓപ്പറേഷന്റെ ഫീസ് എല്ലാം അവർ ഹോസ്പിറ്റലിൽ അടച്ചു കഴിഞ്ഞു. മാധവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഈശ്വര. ഡോക്ടർ അങ്കിൾ, എന്റെ അസുഖമെല്ലാം പെട്ടെന്ന് മാറുമോ? പിന്നെ മാറില്ലേ? മോന്റെ അസുഖമൊക്കെ ഈ ഡോക്ടർ അങ്കിൾ മാറ്റി തരാം കേട്ടോ. മാധവനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാലാമണിക്ക് വേണ്ട ചെക്കപ്പുകൾക്ക് തയ്യാറായിക്കോളാം. പേടിക്കാനൊന്നുമില്ല ബാലാമണി, എല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല, ഞാൻ കുടിക്കാനൊന്നും എടുത്തില്ല. ഏയ് വേണ്ട, ഇനിയൊരിക്കലാവും. പോട്ടെ മോനെ. അമ്മയെയും പരിശോധിക്കണമെന്നല്ലേ ഡോക്ടർ അങ്കിൾ പറഞ്ഞത്? അമ്മയ്ക്കും അസുഖമാണോ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല കേട്ടോ. മോന്റെ അസുഖം പെട്ടെന്ന് മാറും. എനിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേദനിക്കില്ലേ അമ്മേ? വേദനിപ്പിക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഡോക്ടർ അങ്കിളിനോട് പറഞ്ഞോളാം. പോരെ? മുമ്പേ കളിച്ചു. കുട്ടിയുടെ സർജറിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്തോ ഒരു പേടി. എന്തിനാ? നീ വെറുതെ പേടിക്കൊന്നും വേണ്ട. അവനൊരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് എന്റെ ഭാഗ്യദോഷത്തെ പേടി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവസാന നിമിഷം എല്ലാം നമ്മുടെ കൈവിട്ടു പോയാലോ?
ഏയ്, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത്തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ 2 തവണ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴും ഇതുപോലെ ആശ്വസിച്ച് കാത്തിരുന്നതല്ലേ ആനന്ദ്? എന്നിട്ടൊടുവിൽ എന്താ സംഭവിച്ചത്? അബി, ഇതതുപോലെ ഒന്നും ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്തവണ ഭാഗ്യം നമ്മുടെ കൂടെ തന്നെയായിരിക്കും. നമുക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടും. ആനന്ദ് ആ സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആ കുഞ്ഞിനെ അവന്റെ അമ്മയെ നമുക്കൊന്ന് കാണണ്ടേ? ഞാനിത് ഹരിയേട്ടനായിട്ടും സംസാരിക്കട്ടെ. ഹരിയേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പോയി ഒന്ന് കാണാം. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്റെ മോൾക്കിത് നല്ല ചേർച്ചയായിരിക്കും. നാളത്തെ മാധവന്റെ ഓപ്പറേഷന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുക ചേച്ചി. ഡോക്ടർ വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല. നീ പേടിക്കാതിരിക്കേ, ഒന്നും സംഭവിക്കില്ല. ഇത്രയും വലിയൊരു ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന സമയത്ത് അതിനു വേണ്ടുന്ന പണം ദൈവം നിന്റെ കയ്യിലെത്തിച്ചില്ലേ? ഇനി എല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. അതുപോലെ സംഭവിക്കും. ഓപ്പറേഷൻ എത്ര മണിക്ക് തുടങ്ങുന്നു വല്ലതും പറഞ്ഞു ബാലാമണി? ഇല്ല, ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. നാളെ മാധവൻ ഓപ്പറേഷൻ ഉണ്ടാവുമെന്നും പറഞ്ഞു. എന്താ അമ്മേ നാളെ എനിക്ക് ചെയ്യുന്നത്? ഡോക്ടറെങ്കിലും സൂചിത്വം മറ്റും ചെയ്യോ? മോൻ പേടിക്കണ്ട കേട്ടോ. മോന് സൂചി കുത്താനൊന്നും ആന്റി അമ്മയും സമ്മതിക്കില്ല കേട്ടോ. മോന്റെ അസുഖം മാറാൻ മരുന്ന് തരത്തേ ഉള്ളൂ. അതെയോ അമ്മേ? നാളെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി നേർച്ച നേർന്നിരിക്കുക ഞാനിപ്പോ. അല്ലാതെ ഞാൻ എന്താ ചെയ്യാ? അമ്മ വിഷമിക്കണ്ട കേട്ടോ. മോൻ ഡോക്ടറെങ്കിലും തരുന്ന മരുന്ന് അത്രയും കഴിച്ചോളാം. ആരാ ബാലാമണി? ഞാന് ബാലാമണിക്ക് ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ എഴുതി തന്നിട്ടുണ്ട്. എന്റെ കൂടെ വരൂ. ഞാൻ ചെല്ലട്ടെ ചേച്ചി. ആദ്യം ബ്ലഡ് ടെസ്റ്റാ. ഇരിക്കൂ, കുറച്ച് സമയം എടുക്കും. നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ വിളിക്കാം. എന്താ? അത് പിന്നെ അഭിരാമിയുടെ റിസൾട്ട്. അമൃത മാഡത്തിന്റെ പേഷ്യന്റ് അല്ലേ? റിസൾട്ട് ആയിട്ടില്ല കേട്ടോ. ഒരു 10-20 മിനിറ്റിനുള്ളിൽ കിട്ടും. ഓക്കെ. കൈ മടക്കി പിടിക്കണേ. കഴിഞ്ഞല്ലോ, പൊയ്ക്കോളൂ. ഞാൻ ഹരിദാസ് ഡോക്ടറുടെ ക്യാബിലുണ്ടാവും. റിസൾട്ട് ആകുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി. ശരി സർ. ബ്ലഡ് എടുത്ത് കഴിഞ്ഞോ? ഇവിടെ വെയിറ്റ് ചെയ്തോളൂ. കോട്ടൺ കൈ തന്നെ വെച്ച് പ്രസ് ചെയ്യണം കേട്ടോ. കൈ മടക്കി തന്നെ വെക്കണേ. ശരി.
ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ? ഓ ഡോക്ടർ. നാളെ സർജറി കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി. 1 അവർ കഴിഞ്ഞ് സിസ്റ്റർ BP ഒന്ന് ചെക്ക് ചെയ്യണം. ആ പറയടാ, നീ എവിടെയുണ്ട്? ആ, ഹരിയേട്ടാ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഹരിയേട്ടൻ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ റൗണ്ട്സ് കണക്കാ. ആ ഹരിയേട്ടാ, ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എനിക്ക് അതിനു മുമ്പ് അവനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് വേണോടാ? വേണം ഹരിയേട്ടാ. ആ എന്നാ നീ ഇങ്ങോട്ട് പോരെ, ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ കുട്ടികളുടെ വാർഡിലാ, റൂം നമ്പർ 213. ഓക്കെ ഓക്കെ ഹരിയേട്ടാ, ഞാൻ ദേ ഇപ്പോൾ വരാം. ഓക്കെ. ആ സിസ്റ്റർ, ഈ കുട്ടികളുടെ വാർഡ് എവിടെയാ? അവിടെ റൂം നമ്പർ 213. ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട്. ആ താങ്ക് യു.